ഓസ്ട്രേലിയയിൽ ജോബ് ഹണ്ട് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നഴ്സാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണാൻ മറക്കരുത്. എങ്ങനെ ഓസ്ട്രേലിയയിൽ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങളുടെ CV ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സിമ്പിൾ, ക്ലിയർ, അച്ചീവ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള CV ആണ് എംപ്ലോയേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അതർവൈസ് കോൾഡ് ATS ഫ്രണ്ട്ലി CV. അടുത്തത്, നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുന്നത് ശരിയായിട്ടുള്ള പ്ലാറ്റ്ഫോം ത്രൂ ആണെന്ന് ഉറപ്പുവരുത്തുക. പ്രധാനമായിട്ടുള്ള വെബ്സൈറ്റുകൾ സീക്ക്, ഇൻഡീഡ്, ലിങ്ക്ഡിൻ ഇവയൊക്കെയാണ്. അപ്പൊ ഇവയില് നിങ്ങൾ 1-2 ജോബ് അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരിക്കരുത്. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്തത്, ഹോസ്പിറ്റൽസിന്റെ കരിയർ പേജ് ചെക്ക് ചെയ്യുക. എല്ലാ ഹോസ്പിറ്റലും റിക്രൂട്ടേഴ്സ് ത്രൂ പോകണമെന്നില്ല. അവരുടെ കരിയർ പേജിൽ ജോബ് പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കരിയർ പേജ് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ റിക്രൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു ജോബ് അഡ്വർടൈസ്മെന്റിന്റെ താഴെ എന്തായാലും ഒരു റിക്രൂട്ടറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മെയിലൊക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ CV ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം 2-3 ദിവസം നിങ്ങൾക്ക് റിപ്ലൈ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആ മെയിലിൽ പ്രകടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് വെരി കോമൺ ആണ്, റിക്രൂട്ട്മെന്റ് ഏജൻസീസിനെ സമീപിക്കുക. അതായത് ഇന്റർനാഷണൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾക്ക് എംപ്ലോയറുമായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. ഫൈനലി, നല്ല പേഷ്യൻസ് ഉള്ളവരായിരിക്കുക. ഓസ്ട്രേലിയയിൽ ജോബ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈംലി പ്രോസസ് ആയിരിക്കും സംടൈംസ്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ഫോർ ഓസ്ട്രേലിയൻ അപ്ഡേറ്റ്സ്.